പാട്ടുകേട്ടു കുഞ്ഞു തൊട്ടിലേ. നീലവാനിലെ നിലാവിൻ തോപ്പിലെ മണിക്കതിർക്കിനാവു കണ്ടുവോ? ചേച്ചി പോട്ടെ. ഇപ്പൊ ഒറ്റയ്ക്കായി പോയല്ലോ ഞാൻ. കരയില്ലേ ഉഷേച്ചി, എന്നെ കരയിക്കല്ലേ. ചിരിച്ചുകൊണ്ടിറങ്ങണം എനിക്ക് ഈ വീട്ടിൽ നിന്ന്. ഉഷേച്ചി കരഞ്ഞു പോയാ ഞാനും. അല്ല മോളെ, ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിപ്പോന്നുള്ളൂ. എന്നും എന്റെ മനസ്സിലുണ്ടാവും നീ. മരിച്ചുപോയ എന്റെ അമ്മയുടെ സ്ഥാനം നിനക്കെന്ന് ഒരിക്കലും എനിക്ക് തോന്നി. ഒരുപാട് ആലോചിച്ചപ്പോ സത്യ എന്റെ അമ്മ തന്നെ മോളെ നീ. വിളിക്കില്ലേ? തൽക്കാലം ഇതൊന്നും സേതുവിനെ അറിയിക്കണ്ട. അവനറിഞ്ഞ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും. വെറുതെ എന്തിനാ അവന്റെ പഠിപ്പ് മുടക്കുന്ന? എന്നാ നീ പൊയ്ക്കോ. താഴെ വന്ന് ഒരു യാത്ര പറച്ചിലിന് ഞാനില്ല. സഹിക്കാൻ പറ്റിയെന്ന് വരില്ല ആ പോക്ക് കാണാൻ. ഇങ്ങനൊരു കാഴ്ച കാണാൻ കുട്ടിക്കൃഷ്ണൻ കയറിയിറങ്ങാത്ത അമ്പലങ്ങളില്ല, ചെയ്യാത്ത നേർച്ചകളില്ല. ഒക്കെ ചേച്ചിയുടെ ഭാഗ്യം. ഈ കുരുത്തം കെട്ടത് ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ. പിന്നെ ചേച്ചിക്കെതിരെ കമാന്നൊരക്ഷരം ഇവിടുള്ളൊരു മിണ്ടില്ല. ഇവളൊരുത്തിയ ഈ കുടുംബത്തിൽ ഇത്രയും കുത്തിത്തിരിവുണ്ടാക്കി ചേച്ചിയുടെ വില കളഞ്ഞത്.
ഇപ്പൊ അവൾക്ക് എന്റെ വില ശരിക്കും മനസ്സിലായി കാണില്ലേ? ഇനി ബാക്കിയുള്ളവരെയൊക്കെ എങ്ങനെ നിർത്തണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഡാ, കൃഷ്ണന്റെ അമ്പലത്തിൽ ഒരു മുഴുക്കാപ്പ് ചാർത്തിക്കണം. 101 പേർക്ക് അന്നദാനം. ഒരു നല്ല കാര്യം നടന്ന ദിവസമല്ലേ? ദൈവങ്ങൾ കൂട്ടിനുണ്ടാകട്ടെ. ശരിയേച്ചി. കുടുംബിനി പരമ്പര ഇടവേളയ്ക്ക് ശേഷം തുടരും. ഹലോ വർഗീസ്, ഇത് ഞാനാടോ, ജോസഫ്. ഏയ് മറന്നിട്ടൊന്നുമില്ലടോ. ഓരോരോ തിരക്കേ. മോശമില്ല. ഇപ്പൊ വിളിച്ചത് തൻ്റെ ഒരു ഹെൽപ്പ് വേണം. അവിടെ അടുത്ത് വാടകയ്ക്കൊരു വീട് കിട്ടുമെന്നറിയണം. വെരി അർജന്റ്. എനിക്കല്ലടോ, അന്നമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്നൊരു കുട്ടിക്കാ. ഈ പറഞ്ഞ വീട് ആർക്കെങ്കിലും കൊടുത്തുപോയെന്ന് അന്വേഷിക്കണം. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരെണ്ണം. സേഫായിരിക്കണം. അവരും കുഞ്ഞും മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, ശരി. അവിടെ അടുത്തൊരു വീടിന്റെ കാര്യം വർഗീസ് സൂചിപ്പിച്ചു. പക്ഷേ അത് മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോന്നറിയില്ല. അന്വേഷിച്ചിട്ട് 1/2 മണിക്കൂറിനുള്ളിൽ വിളിക്കാമെന്ന് പറഞ്ഞു. വീട് തരപ്പെട്ടാലും ഈ കുഞ്ഞുമായിട്ട് ഒറ്റയ്ക്ക് എങ്ങനെയാ കഴിയുന്നേ? സഹായത്തിനൊരായെ വെച്ചാലെന്താ? അതൊന്നും വേണ്ട ചേച്ചി. വിശ്വസിച്ചൊരാളെ കിട്ടാൻ പ്രയാസമാവും. അതുമല്ല, കിട്ടുന്ന ശമ്പളം എല്ലാത്തിനും കൂടി തികയില്ലല്ലോ. മോളെ ഏതെങ്കിലും ഒരു ഡേ കെയർ സെന്ററിലാക്കണം. അതേ നടക്കൂ. ഏതെങ്കിലും വർക്കിംഗ് ഹോസ്റ്റലിൽ അന്വേഷിക്കാമെന്ന് വെച്ചാൽ കുഞ്ഞുള്ളത് കാരണം അത് നടക്കില്ലല്ലോ. പിന്നെ ഇപ്പൊ ആകെ ഉള്ളൊരു വഴി ഇതേ ഉള്ളൂ. വരട്ടെ, വർഗീസ് എന്തു പറയുന്നു നോക്കാം. ചേച്ചി, എന്തിനാ കരയുന്നേ? നീ അങ്ങോട്ട് ചെല്ല്. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ട് ഇനിയിപ്പൊ സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യ ശ്യാമേ? ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയില്ലേ? ഞാനും മോളും മാത്രമായില്ലേ ഇപ്പൊ? ഒരുപാട് പേരുണ്ടായിട്ടും ഞങ്ങൾ രണ്ടും തനിച്ചായി. ഹലോ. വർഗീസ്, എന്തായി? വെരി ഗുഡ്. താൻ പോയി സംസാരിച്ചോ? സംഗതി സേഫാണല്ലോ. അത് ഇത്തിരി കൂടുതലല്ലേ വർഗീസ്? എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ്? ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ശമ്പളവുമായി പൊരുത്തപ്പെടുന്നതായിരിക്കണം വാടക. താനൊന്ന് സംസാരിക്കേ. അല്ലെങ്കിൽ വേണ്ട, താൻ വെയിറ്റ് ചെയ്യ്. ഞാൻ ഉടനെ അങ്ങോട്ടെത്താം. പറ്റിയാൽ ഇന്ന് തന്നെ ബാക്കി ഫോർമാലിറ്റീസും തീർക്കാം. അപ്പോൾ എല്ലാം നേരിട്ട്. ഓക്കെ, ശരി. താങ്ക് യു വെരി മച്ച്.
എന്തായി ചേച്ചി? വർഗീസ് വിളിച്ചു. നേരത്തെ പറഞ്ഞ വീട് നിനക്ക് കിട്ടും. വാടക എന്ത് കൊടുക്കേണ്ടി വരും? 15,000 അഡ്വാൻസ്, വാടക 2,000. ബാർഗെയിൻ ചെയ്താല് 1,500 ഒതുക്കാന്ന് വർഗീസ് പറഞ്ഞിരിക്കുക. വാടക അഡ്വാൻസും കുറച്ച് കുറഞ്ഞൊരു വീട് കിട്ടിയിരുന്നെങ്കിൽ ഉപകാരമായേനെ. ഞാനും മോള് മാത്രമല്ലേ ഉള്ളൂ. സൗകര്യം കുറച്ച് കുറഞ്ഞാലും സാരമില്ലായിരുന്നു. ഈ പറഞ്ഞ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി അത്രയ്ക്കൊന്നും ഞാൻ കരുതിയിട്ടില്ല. ശേ, അതൊന്നും ഓർത്ത് നീ ഇപ്പൊ വറീഡാവണ്ട. അഡ്വാൻസിനും മറ്റാവശ്യങ്ങൾക്കുള്ള കാശ് തൽക്കാലം ഇവിടെ എടുക്കാം. എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ ചേച്ചി. അഡ്വാൻസിന് കരുതിയതാ. ഇത് ജോസഫ് സാറിനെ ഏൽപ്പിക്കണം. തൽക്കാലം ഇത് തന്റെ കയ്യിലിരിക്കട്ടെ. അത് പറ്റില്ല. ഇപ്പൊ തന്നെ എന്റെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ചെലവാക്കുന്നുണ്ട്. എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയെങ്കിലും ദാ ഇത് വാങ്ങിച്ചേ പറ്റൂ. എന്നെ സഹായിക്കാനിപ്പോ നിങ്ങളില്ലായിരുന്നെങ്കിൽ ഓർക്കാനേ പറ്റുന്നില്ല. ദൈവത്തിന്റെ മുന്നില് നീ തെറ്റുകാരിയല്ല കുട്ടി. അതുകൊണ്ട് ഈശ്വരാനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. ഞങ്ങളൊരു നിമിത്തമായിരുന്നേ ഉള്ളൂ. ആ, ഞാൻ ജോസഫിന്റെ അടുത്തേക്ക് ചെല്ലട്ടെ. കുടുംബിനി പരമ്പര ഇടവേളയ്ക്ക് ശേഷം തുടരും. ഹലോ, ആ കുറുപ്പ് സാറേ, ശശികുമാറാ. ഞാൻ 2 ദിവസം ലീവായിരിക്കും. അസുഖമൊന്നുമില്ല, ഒരു പേഴ്സണൽ മാറ്ററാ. അതെ, ജോയിൻ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. വെറുതെ എന്തിനാ ഒരു പ്രൊമോഷൻ വേണ്ടാന്ന് വയ്ക്കുന്നത്? അതൊക്കെ വിശദമായി പറയാം. തൽക്കാലം സാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഇതൊന്ന് ഇൻഫോം ചെയ്യണം. ശരി, ഞാൻ പിന്നെ വിളിക്കാം സാർ. നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ഇല്ല, 2 ദിവസം ലീവ് എടുത്തു. എന്തിന്? വെറുതെ എന്തിനാടാ ലീവ് കളയുന്നേ? ഇവിടെ ചടഞ്ഞിരിക്കാൻ മാത്രം എന്താ ഉണ്ടായേ? അമ്മയ്ക്ക് ഓരോന്ന് ആജ്ഞാപിച്ചാൽ മതി. അതിന്റെ പിന്നിലെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടത് ഞാനല്ലേ? ഫേസ് ചെയ്യാൻ പറ്റാത്തതായി നിനക്കെന്താ ഇത്ര വലിയ പ്രശ്നം? ഓഫീസിലുള്ളവരുടെ മുഖത്തെനിക്ക് നോക്കണം. ആദ്യം അവൾ അയക്കില്ല എന്ന് പറയുന്നു, പിന്നെ അവൾ നിർബന്ധിച്ച് അയക്കുന്നു. എന്താ സാർ ഇങ്ങനെയൊക്കെയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നാണം കെട്ട് മിണ്ടാ നിൽക്കാനേ പറ്റൂ. ഓഹോ, അതാണോ മഹാകാര്യം? നിന്റെ ഭാര്യയ്ക്ക് ട്രാൻസ്ഫർ കിട്ടിയതിന് ബാക്കിയുള്ളവരെന്തിനാടാ വെറുതെ തല പുണ്ണാക്കുന്നത്? എന്ത് വേണോന്ന് നീ തീരുമാനിച്ചോളാന്ന് അന്തസ്സായിട്ട് പറയണം. അല്ലാതെ എലിയെ പേടിച്ച് ഇല്ലം ചൂടാൻ നിന്നാലേ അവറ്റകള് തലേ കയറി നിരങ്ങും. നിന്റെ ഈ ചടഞ്ഞിരിപ്പിന്റെ കാരണം ഓഫീസിലെ വിഷയമല്ലെന്ന് എനിക്കറിയാം. കൂടും കുടുക്കയെടുത്ത് അവളെ ഇറങ്ങിപ്പോയത് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? അവൾക്കില്ലാത്ത വിഷമം നിനക്കെന്തിനാടാ? പോയെങ്കി അങ്ങ് പോട്ടെ. ആരും പെരുവഴിയിൽ ഇറക്കി വിട്ടതല്ലോ. അവളും കുഞ്ഞ് എങ്ങനെയും പഴിച്ചോളും. ഞങ്ങളുടെ കാര്യം എങ്ങനെയായാലും എന്താ? അമ്മ ഉദ്ദേശിച്ചൊക്കെ നടന്നല്ലോ. ആ സന്തോഷത്തിൽ നിന്ന് പങ്കുചേരാൻ എന്നെ വിളിക്കരുത്. കഴിയില്ല എനിക്ക്. പക്ഷേ എനിക്ക് മനസ്സിലാവത്തൊന്നുണ്ട്, ഞങ്ങളെയൊക്കെ പാവകളാക്കി അമ്മ എന്തിനാ അതൊക്കെ ചെയ്തു കൂട്ടുന്നെന്ന്. ശശി, അമ്മയെ അധികം ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടണമെന്നില്ല. കണ്ടവന്റെ കുഞ്ഞിന് തന്ത കളിച്ച് അച്ചിയുടെ നിഴല് പോലെ കൂടെ നടക്കാനാ ഇഷ്ടമെങ്കിൽ നിനക്കും പോകാം. അമ്മ തടയാൻ വരില്ല. പക്ഷേ ഗായത്രിയുടെ മകനായി ദേവമംഗലത്ത് കഴിയാനാ ആഗ്രഹമെങ്കിൽ അനുസരിക്കേണ്ടതും ശീലിക്കേണ്ടതും അമ്മയുടെ വാക്കുകളായിരിക്കണം. ഇതുവരെ അങ്ങനെ ആയിരുന്നല്ലോ, ഇനിയും അങ്ങനെ തന്നെ മതി.
മനസ്സിലായല്ലോ? വർഗീസ് ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചതിനേക്കാളും വേഗത്തിൽ നടന്നു കിട്ടി. അച്ചായൻ പോയി വീട് കണ്ടോ? കണ്ടു എന്ന് മാത്രമല്ല, അഡ്വാൻസും കൊടുത്ത് 1 വർഷത്തേക്കുള്ള വാടക ചീട്ട് എഴുതിച്ചു. ദാ ശ്യാമ സൂക്ഷിച്ചോളൂ. എന്റെ പേരിലാണ് എഴുത്തുകുത്തുകളെല്ലാം. എങ്കിലും യഥാർത്ഥ അവകാശി താനല്ലേ? വാങ്ങിക്കടോ. അങ്ങനെ കുറച്ചു നാളത്തേക്ക് ശ്യാമ എലഞ്ഞിക്കരക്കാരിയായിരിക്കുന്നു. ഗുഡ് ലക്ക്. പുതിയ ചുറ്റുപാടുകളുമായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് വരുമ്പോ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ താനെ ഒതുങ്ങിക്കോളും. അത്യാവശ്യം വാങ്ങേണ്ട ഫർണിച്ചറും കാര്യങ്ങളും ഒക്കെ ഞാൻ വർഗീസിനോട് പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് കുറച്ച് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്നും വേണ്ട സർ, എല്ലാം അവിടെ വാങ്ങാൻ കിട്ടുന്നതല്ലേ ഉള്ളൂ. അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അടുക്കളയിലേക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഹൗസ് ഓണർ ആളെങ്ങനെയാ? തലവേദന കേസാണോ? ഏയ്, ഒരു പാവം സ്ത്രീയാ. എന്താ അവരുടെ പേര്? ആ, മീനാക്ഷി ടീച്ചർ. റിട്ടയർഡ് കക്ഷിയാ. മകളും മരുമകനുമായി താഴത്തെ നിലയിലെ താമസം. അമ്മയും മകളെയും കണ്ടിട്ട് മനുഷ്യപ്പറ്റുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. ഏതായാലും ശ്യാമയ്ക്ക് അവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതാ ഞങ്ങൾ ഫിക്സ് ചെയ്തത്. ഞാനൊന്ന് കുളിക്കട്ടെ. എല്ലാം ശരിയായില്ലേ? ഇനിയെങ്കിലും സമാധാനമായിട്ടിരുന്നൂടെ? ആ ജോസഫിന് മാറാൻ എടുത്തു കൊടുത്തിട്ട് ഞാൻ ഇപ്പൊ വരാം. അന്നേച്ചി, ഈ കടമൊക്കെ ഞാൻ എങ്ങനെ ചേച്ചി തീർക്കേണ്ടത്? ഏത് ജന്മത്തിലാ? നന്ദി പറയാനും കടം തീർക്കാനും അത്രയ്ക്ക് അന്യരാണോ ഞങ്ങൾ നിനക്ക്? രക്തബന്ധമൊന്നും ഇല്ലെങ്കിലും നീ ഞങ്ങളുടെ അനിയത്തിക്കുട്ടിയാ, സ്വന്തം അനിയത്തി. ശ്യാമേ, ഉറങ്ങുന്നില്ലേ നീ? രാവിലെ പോവണ്ടേ നമുക്ക്? ഓരോന്നോർത്തെങ്ങനെ നിന്നുപോയി. ഉറക്കം വന്നില്ല. ഇനി അങ്ങോട്ട് എന്നും ഇങ്ങനെ തന്നെയാവും. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്തൊരിടത്താവളമായിരുന്നു ഇവിടം. നാളെ മറ്റൊരിടം. സ്ഥിരമായി ഒരു താവളം ഇല്ലാതെ അലയാനാവും എന്റെ മോളുടെ വിധി.